നമസ്കാരം. ഇങ്ങനെയൊക്കെ പറയാമോ? ഞാനൊരു പാവം കുട്ടിയല്ലേ. അപ്പോൾ കുട്ടിയെന്ന് വിളിച്ചാൽ ഇപ്പോൾ വിരട്ടലുമില്ല, ആക്രോശവുമില്ല. എന്തായിരുന്നു മേയറായിരുന്നപ്പോൾ കുട്ടി എന്ന് ചർച്ചയ്ക്കിടെ ഒരാൾ വിളിച്ചപ്പോൾ എന്നെ കുട്ടിയെന്ന് വിളിക്കരുത്, ഞാൻ മേയറാണ്, തിരുവനന്തപുരത്തിൻ്റെ മേയർ. ഞാൻ ബാലസംഘത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഈ പാവം മേയറൂട്ടി എന്ന് വിളിച്ചുപോയി. അങ്ങനെ വിളിക്കരുത്, ഡോണ്ട് കാൾ മീ എസ് മേയർ. അങ്ങനെ ആദ്യമായി ആ മേയർ, പഴയ മേയർ ഇംഗ്ലീഷും പറഞ്ഞു. എന്നിട്ടിപ്പോൾ എന്തായി? CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിൽ എടുത്തുടുത്തു. മുൻ മേയർ ആര്യ രാജേന്ദ്രനാണ് തൻ്റെ തോൽവിക്ക് കാരണമെന്ന് മുൻ മന്ത്രി ശിവൻകുട്ടി തുറന്നടിച്ചു. അത് കഴിഞ്ഞ ദിവസത്തെ വാർത്ത. ഇതാ തിരിച്ച് ആര്യ രാജേന്ദ്രൻ ശിവൻകുട്ടിക്കെതിരെ വീണ്ടും കടുത്ത ഭാഷയിൽ പ്രതികരിച്ചിരിക്കുന്നു. തന്നെ തേജോവധം ചെയ്യാനാണ് ശിവൻകുട്ടി ശ്രമിക്കുന്നതെന്നും ശിവൻകുട്ടി സെക്രട്ടേറിയറ്റിൽ പറഞ്ഞത് തെറ്റായ കാര്യങ്ങളാണെന്നും ആര്യ നിറഞ്ഞ കണ്ണുകളോട് പറഞ്ഞത്. കാരണഭൂതനാണല്ലോ ആര്യ, വളർത്തിക്കൊണ്ടുവന്നത് ശിവൻകുട്ടിയാണ്. അങ്ങനെ പിണറായിക്കും MV ഗോവിന്ദനും പിന്നാലെ ഇതാ മുൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്കെതിരെയും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. അതും ഒരു പെൺ ശബ്ദം. സെക്രട്ടേറിയറ്റിൽ ശിവൻകുട്ടി പറഞ്ഞത് തെറ്റായ കാര്യമാണ്, തെറ്റായ പരാമർശങ്ങൾ. അത് വാർത്തയായ സാഹചര്യത്തിൽ ശിവൻകുട്ടി തന്നെ തൻ്റെ നിലപാട് വിശദീകരിക്കണം എന്ന് ആര്യ രാജേന്ദ്രൻ്റെ ഒരു വക ഭീഷണിയും വന്നിട്ടുണ്ട്. ഇങ്ങനെ പെരുമാറിയാൽ, മുതിർന്ന നേതാക്കൾ ഇങ്ങനെ പെരുമാറിയാൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ആര്യ ചോദിക്കുന്നു. ആര്യ പ്രചരണത്തിനിറങ്ങി തൻ്റെ വോട്ട് കുറച്ചെന്നും നിയമമണ്ഡലത്തിൽ താൻ തോൽക്കാൻ കാരണം മേയറായിരുന്ന ആര്യയുടെ ചില പ്രവൃത്തികളാണെന്നും ഒക്കെ ശിവൻകുട്ടി കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് സമയത്ത് വാഹനത്തിൽ കയറ്റിയപ്പോൾ സ്ത്രീകളടക്കം എതിർത്തു. കാറിൽ തുപ്പുന്ന പോലെയായിരുന്നു സ്ത്രീകൾ എതിർത്തത്. 1400 വോട്ടിൻ്റെ ലീഡ് പ്രതീക്ഷിച്ച ആ ബൂത്തിൽ വെറും 5 വോട്ടിൻ്റെ ലീഡാണ് തനിക്ക് കിട്ടിയത്. ഇതിനാണ് ആര്യ തിരിച്ച് മറുപടി നൽകിയത്, നിങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ ഞങ്ങളൊക്കെ എന്ത് ചെയ്യുമെന്ന്. എന്തായാലും രൂക്ഷമായ വിമർശനമാണ് ആര്യ രാജേന്ദ്രനെതിരെ ശിവൻകുട്ടി ഉയർത്തിയതും. ഇതാ ശിവൻകുട്ടിക്കെതിരെ ധൈര്യപൂർവ്വം പഴയ മേയർ കുട്ടി എന്ന പഴയ കുട്ടി ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ പാർട്ടിയിലൊന്നുമില്ല, പ്രചരണ രംഗത്ത് സജീവമായിരുന്നുമില്ല. പക്ഷേ എവിടെയൊക്കെ പ്രചരണത്തിൽ ചെന്നോ തുടക്കത്തിൽ ചെന്നപ്പോൾ തന്നെ സ്ത്രീകൾ ആട്ടി ഓടിച്ചു എന്നാണ് ഇപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് ശിവൻകുട്ടി പറയുന്നത്. മുൻ മേയറായിരുന്ന പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിയായ ഇതേ ശിവൻകുട്ടിയുടെയൊക്കെ താങ്ങലിലും തണലിലുമൊക്കെയാണ് ആര്യ രാജേന്ദ്രൻ എന്ന ബാലസംഘംകാരി തിരുവനന്തപുരം നഗരസഭയുടെ മേയറായി വാണരുളിയത്. അപ്പോഴൊക്കെ ഇവർക്ക് ആര്യ രാജേന്ദ്രൻ എന്ത് തെറ്റ് ചെയ്താലും ഇവർക്കൊന്നും ഒരു പ്രശ്നമേ ഇല്ലായിരുന്നു. ഇപ്പോഴെന്താണ്? ഇപ്പോൾ അടിമുടി പ്രശ്നമായി. തോറ്റു കഴിഞ്ഞപ്പോൾ ആ തോൽവി, നിയമത്തെ തോൽവി ആരുടെയെങ്കിലും തലയിൽ കൊണ്ട് കെട്ടിവെക്കണമല്ലോ. ആര്യ രാജേന്ദ്രൻ BJPയുടെ അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന അവിടുത്തെ MLA രാജീവ് ചന്ദ്രശേഖറിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയാത്തത് വലിയ ഭാഗ്യം. വേണമെങ്കിൽ ശിവൻകുട്ടിക്ക് അതുകൂടി പറയാമായിരുന്നു. കാരണം ആര്യയുടെ പ്രവൃത്തികൾ തന്നെയാണ് നേമത്തും രാജീവ് ചന്ദ്രശേഖരൻ്റെ വോട്ടുകൾ കൂടാൻ ഒരു അത് സത്യമാണ്. പിന്നെ CPMൻ്റെ മുൻ ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്നു, അനാവർ നാഗപ്പൻ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആര്യ രാജേന്ദ്രനും ശിവൻകുട്ടിയും തമ്മിലുള്ള ഈ വടംവലി, ഈ തർക്കത്തെക്കുറിച്ച്, ഈ ശിവൻകുട്ടിയുടെ വിമർശനങ്ങളെക്കുറിച്ച് ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ വന്ന കമൻറ്റുകളിലൊക്കെ ആനാവൂർ നാഗപ്പൻ വളർത്തിക്കൊണ്ടുവന്നതാണ് മേയർ ആര്യ രാജേന്ദ്രനെ. വെറും ബാലസംഘക്കാരിയായിരുന്ന ആര്യ രാജേന്ദ്രനെ CPM നേതാവായ ആനാവൂർ നാഗപ്പനാണ് വളർത്തി വലുതാക്കി നഗരസഭ അധ്യക്ഷയുടെ കസേരയിലേക്ക് കൊണ്ടിരുത്തിയതെന്ന് പറയുന്നു. അപ്പോൾ എല്ലാ ക്രെഡിറ്റും അന്ന് ആനാവൂർ നാഗപ്പനായിരുന്നു. ഇപ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ ആരുമില്ല. ശിവൻകുട്ടിയില്ല, ആനാവൂരില്ല, ജില്ലാ നേതാക്കളില്ല, മുൻ ജില്ലാ സെക്രട്ടറി ജോയുമില്ല. ഇപ്പോൾ പഴിമൊത്തം ആര്യയ്ക്കാണ്. അതാണിപ്പോൾ ആര്യ പരസ്യമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ആര്യ രാജേന്ദ്രൻ ചെയ്ത നടപടികളൊന്നും ശരിയെന്ന് ഇവിടെ പറയുന്നില്ല. നട റോഡിൽ നഗര അധ്യക്ഷയായ ഒരു നഗരസഭയുടെ മേയറായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി നടു റോഡിൽ ഒരു KSRTC ബസ് തടഞ്ഞിട്ട് എൻ്റെ ഡ്രൈവറെ പരസ്യമായി തെറി വിളിക്കുകയും ഞാൻ മേയറാണ് കാണിച്ചു തരാമെന്ന് പറയുകയും ഒപ്പമുണ്ടായിരുന്ന നിയമസഭാ സാമാജികനായ ഭർത്താവ് എല്ലാത്തിനും കുടപിടിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ആര്യ രാജേന്ദ്രൻ്റെ അഹന്ത ഇരട്ടിച്ചു എന്ന് തന്നെ വേണം പറയാൻ. CPMൽ അന്ന് CPMൻ്റെ നഗരസഭാ കൗൺസിലിൽ മറ്റ് മുതിർന്ന
വനിതാ നേതാക്കൾ ഉണ്ടായിരുന്നു, പക്ഷേ നറുക്ക് വീണത് ആയിരിക്കണം. കാരണം ചില നേതാക്കൾ, നേരത്തെ പറഞ്ഞില്ലേ, ശിവൻകുട്ടി അടക്കമുള്ള ആനാവൂർ അടക്കമുള്ള ചില നേതാക്കൾക്ക് അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ നഗരസഭയിലെ, തിരുവനന്തപുരം നഗരത്തിലെ, തലസ്ഥാന നഗരിയിലെ 100 വാർഡുകളിലെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ ഇതുപോലൊരു ഒരു കുട്ടി മേയറെ ആവശ്യമായിരുന്നു. അവിടെ ആവശ്യം കഴിഞ്ഞു. പക്ഷേ ശിവൻകുട്ടി തോറ്റുപോയി. അങ്ങനെ വന്നപ്പോൾ എന്തായി? ശിവൻകുട്ടി തോറ്റപ്പോൾ ആ പഴി മൊത്തം ഇതാ ആര്യ രാജേന്ദ്രൻ്റെ മണ്ടയ്ക്ക്. ആര്യ രാജേന്ദ്രൻ എന്ന ഒറ്റ വ്യക്തി കാരണമാണോ ശിവൻകുട്ടി തോറ്റത്? അല്ല. ശിവൻകുട്ടിയുടെ നിയമത്തെ ചില ഇടപെടലുകൾ, കഴിഞ്ഞ 5 വർഷം MLA ആയിരുന്നിട്ടും, അവിടെ നിന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നിട്ടും, അവിടുത്തെ ഒരു സ്കൂളിൽ പോലും അടിസ്ഥാന സൗകര്യമടക്കം ഏർപ്പെടുത്താൻ ശിവൻകുട്ടിക്ക് സാധിച്ചില്ല. അതടക്കം മണ്ഡലത്തിൻ്റെ വികസന മുരടിപ്പടക്കം നിരവധി ആരോപണങ്ങൾ, അതും ശിവൻകുട്ടിയുടെ പരാജയത്തിന് ഇത്തവണ ഒരു കാരണമായിട്ടുണ്ട്. പക്ഷേ എന്തായാലും ആര്യ രാജേന്ദ്രന് ഇനി സമാധാനമായി കിടന്നുറങ്ങാം. ശിവൻകുട്ടി ജില്ലാ സെക്രട്ടറിയിൽ പറഞ്ഞതിനെ മുഖത്ത് നോക്കി തന്നെ 2 വാക്ക് പറഞ്ഞല്ലോ. ഇനി എന്ത് നടക്കുമെന്ന് കാത്തിരുന്ന് കാണാം.